വൈൽഡ് കാർഡായി ബിഗ് ബോസിൽ വന്ന ആളാണ് ലക്ഷ്മി. ലക്ഷ്മി വന്ന അന്ന് മുതൽ തന്നെ ലക്ഷ്മി ഓരോ കാര്യങ്ങൾക്കും ലക്ഷ്മി ഒരു വലിയ ഭാവം കാണിക്കുന്നതായിട്ടാണ് തോന്നിയത്. മറ്റ് കണ്ടസ്റ്റൻസിനും അത് തന്നെയാണ് തോന്നിയത്. വന്ന ഉടനെ തന്നെ അടുക്കളയിൽ കയറുകയും അടുക്കളയൊന്ന് നീറ്റാക്കണമെന്ന് പറയുകയും മറ്റുള്ളവരെല്ലാം ആയിരുന്നു എന്ന് ചിന്തിക്കുന്നതിനുമാണ് ലക്ഷ്മി പ്രാധാന്യം കൽപ്പിച്ചത്. മറ്റുള്ള കണ്ടസ്റ്റൻ്റ് എല്ലാം നല്ല പുതിയതായിട്ട് വന്നവരും പഴയ ആൾക്കാരും എല്ലാം നോർമലായിട്ട് തന്നെയാണ് ബിഗ് ബോസിൽ നിൽക്കുന്നത്. എന്നാൽ പൊതുവെയുള്ള അഭിപ്രായം നോക്കിക്കഴിഞ്ഞാൽ ലക്ഷ്മിയെ മറ്റുള്ള കണ്ടസ്റ്റൻസിനൊന്നും അംഗീകരിക്കുവാൻ കഴിയുകയില്ല. കാരണം ജിസേൽ ആര്യൻ പ്രശ്നം വന്നപ്പോൾ പോലും ലക്ഷ്മി അതിനെ അനുകൂലിക്കുന്ന തരത്തിലും അനുകൂലിക്കാത്ത തരത്തിലും രണ്ട് അഭിപ്രായമാണ് ലക്ഷ്മി പറഞ്ഞത്. കാരണം ലക്ഷ്മിക്കൊരു നല്ല ഒരു വശം കാണുവാൻ ലക്ഷ്മിക്ക് കഴിയുന്നില്ല എന്നാണ് തോന്നിയത്. ലാലേട്ടനും അതുതന്നെ പറഞ്ഞു. ലാലേട്ടൻ ചോദിച്ചപ്പോൾ ലക്ഷ്മി അനുമോളുടെ കുറേ കുറ്റങ്ങളാണ് പറഞ്ഞത്. ലക്ഷ്മിയുടെ കുറ്റങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടിയാണല്ലോ, സ്വാഭാവികമാണത്. അപ്പോൾ അനുമോളെ കുറ്റം പറഞ്ഞു എങ്കിലും ലക്ഷ്മിയും അന്ന് അതിനെ അനുകൂലിച്ചല്ലോ എന്ന് ലാലേട്ടനും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി ഇങ്ങനെയാണോ വേണ്ടതെന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നു. അപ്പോൾ ലക്ഷ്മി ചുമ്മാതെ ഒരു ചിരിയും എന്തോ പറഞ്ഞാലും ചിരിയാണ്, ചുമ്മാതെ മുഖത്തൊരു ചിരിഭാവം വരുത്തി മറ്റുള്ളവരെയൊക്കെ ഒരു പുച്ഛിച്ചിരിക്കുന്ന രീതിയിലാണ് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടുള്ളത് ലക്ഷ്മിയുടെ മുഖഭാവത്തിൽ നിന്നും. ഇപ്പോൾ അതാ പുതിയ ഒരു പ്രശ്നം കൂടി ഹൗസിൽ ഉണ്ടായിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ വൈൽഡ് കാർഡായിട്ട് വന്ന മസ്താനി തന്നെയാണ് അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അവരുടെ ഒരു ഗെയിമിനിടയിൽ അറിയാതെ ടേബിളിൻ്റെ അടുത്ത് വെച്ച് വീഴാൻ പോയപ്പോൾ ഒനിയിൽ പിടിച്ചു. പെട്ടെന്നുള്ള റിഫ്ലക്സ് ആക്ഷൻ്റെ ഫലമായിട്ടാണ്, അറിയാതെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചുപോയി. അപ്പോൾ അത് വീഴുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം പിടിച്ചത്. അപ്പോൾ അത് മസ്താനി അത് ലക്ഷ്മിയോട് ഷെയർ ചെയ്തു. അദ്ദേഹം എന്നെ ഒരു ബാഡ് ടച്ച് ആയിരുന്നോ എന്നുള്ളതാണ് ചോദിച്ചത്. ഉടനെ തന്നെ അത് സോൾവ് ചെയ്യുകയോ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയോ ഒന്നും ചെയ്യാതെ ടോയ്ലറ്റിൻ്റെ അടുത്ത് പോയി നിന്ന് എല്ലാവരെയും വിളിച്ചിറക്കിയാണ് ലക്ഷ്മി. പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി. എല്ലാവരോടുമായി ഇത് വിളിച്ച് ഒരു മനുഷ്യനെ അപമാനിക്കുന്ന രീതിയിൽ ക്യാമറയെ നോക്കി ലക്ഷ്മി സംസാരിക്കുന്നു. ആ രംഗം വഷളാക്കുകയാണ് ലക്ഷ്മി ചെയ്തത്. മസ്താനി കൂടുതലൊന്നും പറഞ്ഞില്ല. ലക്ഷ്മിയാണ് ഇതെല്ലാം കുടഞ്ഞിട്ടത്. അപ്പോൾ ഒനിയിൽ ചോദിക്കുന്നുണ്ട്, നീ കണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലക്ഷ്മി പറയാണ്, നീ എന്നെ ഇടി പൊടി എന്നൊന്നും വിളിക്കണ്ട എന്ന് പറഞ്ഞ് വിഷയം മാറ്റുന്നു. അതാണ് ലക്ഷ്മി. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച മസ്താനി ഉൾപ്പെടെ ഉള്ളവരെല്ലാം തന്നെ ലക്ഷ്മിയെ ജയിൽ നോമിനേഷന് വേണ്ടി അയക്കുകയാണ് ചെയ്തത്. ജയിൽ നോമിനേഷൻ ചെയ്തു. ലക്ഷ്മി ജയിലിൽ പോവുകയാണ് ഈ ആഴ്ചയിൽ. അങ്ങനെ ഉള്ള പുതിയ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് ലക്ഷ്മി.